വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയായിരിക്കും നല്ലത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. മനു തിരിഞ്ഞു നിന്ന് അച്ചുച്ചനോട് ചോദിച്ചു, അച്ചുച്ച, നമ്മൾ എങ്ങോട്ടാണ് ഈ യാത്ര? എന്നോടൊന്നും എന്താ പറയാത്തത്? നിന്നെ പെണ്ണ് കാണിക്കാനാണെന്നും പറഞ്ഞാണ് ഇല്ലത്ത് നിന്ന് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ അങ്ങോട്ടല്ല നമ്മൾ പോകുന്നത് വേറെ തന്നെ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോഴേക്കും വണ്ടി ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിരുന്നു. തന്നോട് എന്തൊക്കെയോ ഇവർ മറച്ചു വെക്കുന്നുണ്ടെന്ന് മനുവിന് തോന്നി. അപ്പോഴാണ് കൃഷ്ണൻ മേനോൻ പറഞ്ഞത്, നമ്മുടെ നാടിനൊരു ശാപമുണ്ട്. നീ പറഞ്ഞ ക്ഷേത്രത്തിൽ ഒരു പെൺകുട്ടിക്ക് പണ്ട് ദുർമരണം സംഭവിച്ചിരുന്നു. പിന്നീട് അവളുടെ ദുരാത്മാവിന്റെ കളിയാട്ടം അങ്ങേ അറ്റമായിരുന്നു. ആ നാട്ടിലെ യുവാക്കളെയെല്ലാം അവൾ കൊന്നൊടുക്കിയിരുന്നു. മരണഭയം കൊണ്ട് ആ നാട് വിട്ട് തന്നെ ജനങ്ങൾ പോയി തുടങ്ങിയത് ഒരു കാലഘട്ടത്തിലായിരുന്നു ശങ്കരൻ പോറ്റി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവളെ തളച്ചത്. അദ്ദേഹമാണെങ്കിൽ വളരെ പ്രഗത്ഭനായിരുന്നു. ചുട്ട കോഴിയെ പാർപ്പിക്കാൻ വരെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പിന്നീട് വർഷങ്ങളായി ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷെ ഈയിടെയായി എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഇല്ലത്ത് സംഭവിക്കുന്നതായി നമുക്ക് തോന്നുന്നു. നിനക്കും എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, ശരിയല്ലേ? സത്യം പറഞ്ഞ മനുവിന് ചിരിയാണ് വന്ന്. എന്തൊക്കെ ഈ അച്ചുച്ചൻ പറയുന്നത്? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ആരെങ്കിലും വിശ്വസിക്കുമോ? ചുട്ട കോഴിയെ പറപ്പിക്കുമെന്ന്. അവന് ചിരി അടക്കാനായില്ല. ചിരിയോടെ ബാക്ക് സീറ്റിലേക്ക് അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കൃഷ്ണമേനോൻ തീ പാർന്ന കണ്ണുകളോടെ അവനെ നോക്കിയത്. ഇനിയൊന്നും പറയേണ്ടതില്ലെന്ന് മനുവിന് തോന്നി. കാരണം ബാക്കിലുള്ള ആള് കുറച്ച് പവറാ. പെട്ടെന്നാണ് ഒരു സ്ത്രീയെ മുന്നിൽ കണ്ടത്. മനു ബാക്കിലേക്ക് നോക്കി അലറി വിളിച്ചു. കൃഷ്ണമേനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവന് മനസ്സിലായി. വണ്ടി ഒരു വലിയ ഗർത്തത്തിലേക്ക് ചാടിയതായിരുന്നു. വണ്ടിയിൽ 3 പേരായിരുന്നു, കാര്യസ്ഥനും കൃഷ്ണമേനോനും മനുവും. 3 പേരും പുറത്തിറങ്ങി. കാര്യസ്ഥനോട് മനു പറഞ്ഞു, എന്നാലും ആ ഒരു സ്ത്രീ എവിടെ പോയി? ഞാനും വ്യക്തമായി കണ്ടതാണ് കുഞ്ഞെ, ഒരു സ്ത്രീ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതേ ചേട്ടാ, ഞാനും വ്യക്തമായി കണ്ടതാണ്. പക്ഷേ ആ സ്ത്രീ എവിടെ? പെട്ടെന്നാണ് കൃഷ്ണമേനോൻ പറഞ്ഞത്, അതെ, ഇനിയും ഇതുപോലെ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടാമെന്ന്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 3 ചേർന്ന് വണ്ടി തള്ളി റോഡിലെത്തിച്ചു. വീണ്ടും അവർ യാത്ര ആരംഭിച്ചു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അച്ചുച്ചൻ എങ്ങോട്ടാണ് അവൻ കൊണ്ടുപോകുന്നത്? ആരാണ് ഈ ശങ്കരൻ പോറ്റി? ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ കുറച്ച് കോമഡി കാണേണ്ടി വരും. അങ്ങ് സഹിച്ചേക്കാം എന്ന് മനസ്സിലോർത്തുകൊണ്ട് മനു ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. അപ്പോഴാണ് മനു നടുങ്ങിപ്പോയത്. ഡ്രാക്കുള കോട്ടയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വീട്. ഇതാണോ ശങ്കരൻ പോറ്റിയുടെ വീട്? ഇയാൾ ആള് കൊള്ളാമല്ലോ, അവൻ മനസ്സിലോർത്തു. അപ്പോഴാണ് കൃഷ്ണമേനോൻ പറഞ്ഞത്, സ്ഥലം എത്തിയിരിക്കുന്നു മനു, ഇനി വണ്ടി ഉള്ളിലേക്ക് എടുത്തോളൂ. അങ്ങനെ വണ്ടി ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയത്. ആ വീടിന്റെ ഒരു സൈഡിൽ ഒരു വ്യക്തി ഇരിക്കുന്നു. അദ്ദേഹം 3 പേരെയും നന്നായി വീക്ഷിച്ചു. അതിനുശേഷം മനുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്താ നിന്റെ പരിഹാസം ഇതുവരെ തീർന്നില്ലേ? നീ മനസ്സിലോർത്ത ആ കോമഡിക്കാരൻ ഞാനാണ്. നിന്നെ എനിക്ക് കുറച്ച് കോമഡി കാണിക്കാനുണ്ട്. അക്ഷരാർത്ഥത്തിൽ മനു ഞെട്ടിപ്പോയി. കാരണം ഞാൻ മനസ്സിലോർത്തത് എങ്ങനെ ഇയാൾ അറിഞ്ഞു? എടോ കൃഷ്ണമേനോനെ, തനിക്ക് ചേർന്ന കൊച്ചുമകനല്ലല്ലോ തനിക്ക് കിട്ടിയിട്ടുള്ളത്. കൃഷ്ണമേനോൻ അദ്ദേഹം പറയുന്നത് കേട്ട് ഭയഭക്തി ബഹുമാനത്തോടെ അദ്ദേഹത്തിന് മുന്നിൽ നിന്നു. അപ്പോഴാണ് മനുവിനോട് ശങ്കരൻ പോറ്റി പറഞ്ഞത്, പണ്ട് ഞാൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് നിർത്താതെ കരഞ്ഞു. തൻ്റെ പൂജയ്ക്ക് അത് ഭംഗം വരുത്തുമെന്ന് മനസ്സിലായപ്പോൾ ആ കുഞ്ഞിനെ അവിടെ അടക്കാൻ ആരുമില്ല എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് പൂജയെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ കുഞ്ഞിൻ്റെ ശവശരീരം ആ ഒരു മാവിൻ കൊമ്പത്ത് തൂങ്ങുന്നതാണ് പിന്നീട് ഞാൻ കണ്ടത്. അപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, ഞാൻ എന്നും പൂജ ചെയ്യുന്ന ദേവി തന്നെയാണ് പടവാള് കൊണ്ട് വെട്ടി ആ കുഞ്ഞിനെ അവിടെ തൂക്കിയെന്ന്. കാരണം ഞാൻ ദേഷ്യം കൊണ്ട് ചോദിച്ചല്ലോ ആ കുഞ്ഞിനെ അടക്കാൻ ആരുമില്ലെന്ന്. ആ സംഭവം ദേവി തന്നെയാണ് നടപ്പിലാക്കി. സംഭവം മനസ്സിലാക്കിയ തനിക്ക് കോപം അടക്കാനാവാതെ ദേവിയുടെ എല്ലാ സാധനങ്ങളും പടവാളടക്കം വരെ എടുത്തങ്ങ് പുഴയിലെറിഞ്ഞു. അങ്ങനെ ഒരു ചരിത്രം ഈ ഒരു മനയ്ക്കുണ്ട്. നീ ഒന്ന് മനസ്സിലാക്കി വെച്ചോ മനു എന്ന് ശങ്കരൻ പോറ്റി പറഞ്ഞു. നിങ്ങൾ എന്തായാലും രാത്രിയായല്ലോ, ഒന്ന് കുളിച്ച് ഫ്രഷായി വരൂ, ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി. ഇവരെല്ലാവരും ഒരു റൂമിലേക്ക് പോയി. അപ്പോഴാണ് മനുവിന് തോന്നി, ഈ ഒരു പൂജാമുറി തനിക്കൊന്ന് കാണണം, ആ ഒരു ദേവിയെയും അവൻ മനസ്സിലോർത്തു. അപ്പോഴാണ് ആ ഒരു ഭാഗത്ത് ആ ഒരു ഏരിയയിൽ ഒരു വല്ലാത്തൊരു സൗണ്ട് കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞത്. മനുവിനെ പിന്തുടർന്ന് ആ രക്തരക്ഷസ് അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. അപ്പോഴേക്കും ആ ശങ്കരൻ പോറ്റി അവിടേക്ക് എത്തിയിരുന്നു.
തന്നോട് ഈ ഭാഗത്തേക്ക് വരരുതെന്ന് ഞാൻ പറയാൻ മറന്നു. ഇനി ഈ ഏരിയയിലേക്ക് ഒന്ന് കണ്ടുപോകരുത്. കാരണം അത്ര നല്ല സുഖമുള്ള സ്ഥലമല്ല. നിനക്ക് പണി കിട്ടും, അതുകൊണ്ടാ പറയുന്നതെന്ന് പറഞ്ഞു ശങ്കരൻ പോറ്റി തിരിഞ്ഞു കടന്നു. രാത്രിയിൽ ഹോമകുണ്ടത്തിന് മുന്നിൽ വെച്ചായിരുന്നു അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാ വന്നതെന്ന്. അപ്പോഴാണ് കൃഷ്ണമേനോൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. അപ്പോൾ ശങ്കരൻ പോറ്റി പറഞ്ഞു, നമുക്കൊന്ന് നോക്കാം. ഹോമകുണ്ടത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിനുശേഷം ആ ഒരു തീ ജ്വാലയിലേക്ക് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് പലവിധ ഭാവങ്ങളും മിന്നി മറിഞ്ഞു. പെട്ടെന്നാണ് മനുവിന്റെ നേർക്ക് അദ്ദേഹം തിരിഞ്ഞത്. തനിക്ക് എന്തെങ്കിലും അസാധാരണമായ സംഭവം നാട്ടിൽ വെച്ചിട്ടുണ്ടായോ? മനു പറഞ്ഞു, ഇല്ല, തനിക്ക് ആ ഒരു രീതിയിലുള്ളതൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ക്ഷേത്രം, അതിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളും തനിക്ക് അറിയണമെന്നുണ്ട്. അത് അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയിരുന്നു. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന്. ഒന്നുമില്ലാതെ താൻ പറഞ്ഞത് സത്യം തന്നെയാണോ? അദ്ദേഹത്തിന്റെ മുഖം തീ ജ്വാല പോലെ ജ്വലിക്കാൻ തുടങ്ങി. അത് കണ്ട് മനു പേടിച്ചു പോയി. അവൻ എന്തു പറയണമെന്നറിയാതെ അവൻ ഇരുന്നു. അവൻ കണ്ട ആ പെൺകുട്ടിയെക്കുറിച്ച് പറയണ്ടെന്ന് അവൻ വിചാരിച്ചു. താൻ ഇന്നലെ സന്ധ്യയ്ക്ക് കുളിക്കടവിൽ പോയപ്പോൾ അവിടെ മുങ്ങി നിവർന്ന ആ സ്ത്രീയെ താൻ മറന്നുപോയോ? പിറ്റേ ദിവസം തൂശനിലയിൽ തനിക്ക് കുറച്ച് ചന്ദനം തന്നത് അതും മറന്നുപോയോ? അതാരാണെന്ന് തനിക്കറിയാമോ? പണ്ട് മരിച്ചുപോയ ആ ദുർമരണപ്പെട്ട ആ യക്ഷിയായ സ്ത്രീയായിരുന്നു. ഇത് കേട്ടപ്പോൾ ഞെട്ടിയ കൃഷ്ണമേനോനും കാര്യസ്ഥനുമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അവർ പരസ്പരം നോക്കി. ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുന്നേ അടക്കിയ ആ ഒരു ദുരാത്മാവിനെ ഇവൻ തുറന്നു വിട്ടിരിക്കുന്നു. അതും ഇവൻ അറിയാതെ സംഭവിച്ചു പോയതാണ്. പോറ്റി നേരെ മനുവിന്റെ നേരെ തിരിഞ്ഞു. ഇനി നീ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. നീ പറഞ്ഞ ആ ക്ഷേത്രമുണ്ടല്ലോ, അവിടെ പണ്ട് കാലത്ത്, അതായത് ഇവരുടെ ചെറുപ്പകാലത്ത്, അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വാര്യരുടെ ഏക മകൾ. അവളെ ഇവർ ഉപദ്രവിക്കുമായിരുന്നു. അന്നത്തെ ആ ചോരത്തിളപ്പിൽ ഇവർക്ക് സംഭവിച്ച, ഈ കൃഷ്ണമേനോന് സംഭവിച്ച ഒരു അബദ്ധമായിരുന്നു അന്നത്തെ കൊലപാതകം. മനു അന്തം വിട്ട് പോറ്റിയെ നോക്കി. താൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? താൻ അറിയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ മനു പോറ്റിയോട് പറഞ്ഞു, അല്ല, എനിക്കൊന്നും അറിയില്ല. ഞാനാണ് അവളെ സ്വതന്ത്രനാക്കിയെന്നല്ലേ താങ്കൾ പറയുന്നത്? അതെ, തനിക്കൊന്നും അറിയില്ലെന്ന് എനിക്കും മനസ്സിലായി. എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞു തരാം. പോറ്റി ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം മനുവിനോട് പറഞ്ഞു, നീ ഒന്ന് കുളിക്കാൻ കുളക്കടവിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പാലമരം ഉണ്ടായിരുന്നല്ലോ, അവിടെ നീ ചാരി നിന്ന് ആരോടോ സംസാരിച്ചിട്ടില്ലായിരുന്നു? ശരിയാണ്, മനു ആലോചിച്ചു. തൻ്റെ ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ അവിടെ ചാരി നിന്ന് താൻ സംസാരിച്ചതായി ഓർമ്മയിലുണ്ട്. നീ സംസാരിച്ച് ആ മരത്തിൽ ചുരണ്ടിയത് ഓർമ്മയുണ്ടോ? അവിടെ ഒരു ആണി ഉണ്ടായിരുന്നു, അതിൽ തട്ടി ചോരയും വന്നിരുന്നു നിന്റെ വിരലിൽ. നിന്റെ കൈ മുറിഞ്ഞതോടുകൂടി നിനക്കെന്തോ ദേഷ്യം വന്ന് ആ ഒരു കല്ലെടുത്ത് ആ ഒരു ആണിക്ക് അടിച്ചതും നിനക്ക് ഓർമ്മയുണ്ടാവും. ആ ആണി അങ്ങ് ഊരിക്കളയാഞ്ഞിട്ട് നിനക്കെന്തോ മനസുഖമില്ലാത്തതുപോലെ ആയിരുന്നല്ലോ നിന്റെ പെരുമാറ്റം. അന്ന് ആ ആണി ഊരിപ്പോന്ന നിമിഷം മുതൽ ആ സ്ത്രീ നിന്റെ കൂടെ തന്നെയുണ്ട്. നീ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കുളക്കടവിൽ വന്നതും പിറ്റേ ദിവസം അമ്പലത്തിൽ എന്ന പോലെ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും എല്ലാം അവള് തന്നെയായിരുന്നു. സത്യത്തിൽ മനു നടുങ്ങിപ്പോയി. തനിക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നത്. ഇയാൾ അച്ഛൻ പറയുന്നത് പോലെ നിസ്സാരക്കാരനല്ല. അവൾ നിന്നെ കൊണ്ടേ പോവും, അതിനവൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. മനുവാകെ നടുങ്ങി തെരിച്ചുപോയി. താനിനി എന്താ ചെയ്യുക? തന്നെ രക്ഷിക്കണമെന്ന് ശങ്കരൻ പോറ്റിയോട് പറഞ്ഞു ആ കാൽ തൊട്ട് വന്ദിച്ചു. അതേസമയം ഇതെല്ലാം കേട്ട് അവൾ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു കാറ്റടിച്ച് ആ ഹോമകുണ്ടം കെട്ടത്. ശങ്കരൻ പോറ്റി ഞെട്ടിപ്പോയി. എന്തോ ചിറകടി സൗണ്ടും ഒപ്പം കേട്ടു. പോറ്റി മുറ്റത്തേക്ക് നോക്കിയപ്പോഴാണ് ആ അർദ്ധരാത്രി ഒരു ബലിക്കാക്ക ചിറകടിച്ച് പറക്കുന്നത് കണ്ട് അദ്ദേഹം നടുങ്ങി ധരിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം കുറച്ച് കുഴപ്പത്തിലാണല്ലോ കൃഷ്ണമേനോനെ, ശങ്കരൻ പോറ്റി പറഞ്ഞു. കാരണം അവൾ ശക്തി ആർജിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതാണ്. കാരണം ആ ഒരു ആണിയിൽ ഇവന്റെ രക്തം പുരണ്ടിരിക്കുന്നു. അതോടുകൂടി ഇവൾ ഇന്ന് സാധാരണ ഒരു യക്ഷിയല്ല, രക്തരക്ഷസായി മാറിയിരിക്കുന്നു. ഇവനെ കൊണ്ടേ പോകൂ എന്ന് അവൾ ശപഥമെടുത്തി. അതോടുകൂടി കാര്യസ്ഥനും കൃഷ്ണമേനോനും മനുവും നടുങ്ങി തെരിച്ചുപോയി. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു അലർച്ച കേട്ടത്. മൂവരും അവിടേക്ക് നോക്കി. അപ്പോഴാണ് ഒരു ഭീകര രൂപം തങ്ങളെ നോക്കി ചിരിക്കുന്നതായിട്ട് അവർ മൂന്നുപേരും ഒരുമിച്ച് കണ്ടത്. ഇത്രയും ശക്തി ആർജിച്ച ഇവളെ തനിക്ക് തന്നെ കൊണ്ടാവുമോ? ഒരു നിമിഷം പോറ്റി ചിന്തിച്ചു. അത് ചിന്തിച്ചുകൊണ്ട് പോറ്റി നിൽക്കുമ്പോഴാണ് അലറി ചിരിച്ചുകൊണ്ട് അവൾ മനയിലെ സ്റ്റെപ്പിലേക്ക് അവൾ കാലെടുത്ത് വെച്ചത്. മൂവരും നടുങ്ങി ധരിച്ച് നിന്നുപോയി.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പാർട്ട് 3യിൽ കാണാം.